ഹായ് ഗൈസ്, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ Q&A ആണ്. ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിയിൽ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇട്ടത്. അപ്പോൾ ഒരു 130 എത്ര ക്വസ്റ്റ്യൻസ് വന്നു. സന്തോഷം. അതിൽ നിന്നൊരു 10-15 ക്വസ്റ്റ്യൻ എടുത്ത് ചെയ്യാം എന്നുള്ള ഒരു പ്ലാനിലാണ്. അപ്പോൾ സംഭവത്തിലേക്ക് കിടക്കാം. എനിക്കാണെങ്കിൽ ഇതിനെ കുറിച്ചൊരു ധാരണയില്ല. എനിക്കാണെങ്കിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം ഞാൻ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഞാൻ പറയാം. ഐഷു എന്നാണ്. Ishu02 ആ കുട്ടിയാണ് ചോദിച്ചത്. ആ കുട്ടീനെ കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ദേ നോക്കി കണ്ടോ, ഒരു 5-6 തന്നെ ആ കുട്ടീനെ ചോദിച്ചിട്ടുണ്ട്. കേളി ഹെയർ എങ്ങനെയാണ് സ്ട്രൈറ്റ് ചെയ്തതെന്ന്. അപ്പോൾ ഞാൻ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു 1.5 മാസം ഉണ്ടാവും ചെയ്തിട്ട്. പിന്നെ സ്റ്റഡി ഓർ ജോബ്, വീട്ടിൽ കുത്തിരിപ്പ്. പഠിപ്പ് കഴിഞ്ഞു ഇപ്പോൾ ഏകദേശം ഒരു 3 ആഴ്ച ആവാറായിട്ടുണ്ട്. റിസൾട്ട് ഒരാഴ്ച ആയിട്ടില്ല വന്നിട്ട്. അപ്പോൾ ഇനി ജോലിക്കൊക്കെ പോകണം. പിന്നെ വേറെ കുട്ടികൾ ചോദിക്കാട്ടാ. മീന 1146 അതാണ് യൂസർ നെയിം. വാട്ട് ഈസ് ദ സീക്രട്ട് ഓഫ് യുവർ ബ്യൂട്ടി? ഐഫോൺ, റിംഗ് ലൈറ്റ്, പിന്നെ അതൊക്കെ ഉണ്ടല്ലോ. അപ്പം തന്നെ ബ്യൂട്ടി വന്നോളും. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, മൈൻഡ് ബ്ലോക്ക് 69 ചേച്ചിയുടെ ഫേവ് കളറ്. ഫേവ് കളർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറെക്കുറെ ഏകദേശം എല്ലാ കളറൊക്കെ എനിക്ക് ഇഷ്ടമാണ്. എന്നാലും ബ്ലാക്കിനോട് കുറച്ചധികം താല്പര്യമുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ദേവിനന്ദന KS എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൊച്ചാണ്. വീട്ടിലാരൊക്കെ ഉണ്ടെന്ന്? അച്ഛൻ, അമ്മ, അച്ഛമ്മ, ഞാൻ, ഉണ്ണി, ചേട്ടൻ. ഞങ്ങളൊരു 6 പേരാണ് വീട്ടിലുള്ളത്. പിന്നെ കോഴ്സ് കഴിഞ്ഞോ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞു. പിന്നെ കുറേ പേര് ഏജ് ചോദിച്ചിട്ടുണ്ട്. ഏജ് എന്നെ കണ്ട എത്ര തോന്നും? ഒരു 30 തോന്നുന്നു ഇപ്പൊ പറയും പലരും. പക്ഷെ എനിക്ക് 21 വയസ്സ്. 25-ാം തീയതിക്ക് ആവുള്ളൂ. എന്നാ ജൂൺ 25 എന്ന് പറയുമ്പോ നാളെ മറ്റന്നാ അങ്ങനെ. കൂടുതൽ പേരും ഏജ് തന്നെയാണ് കേട്ടോ ചോദിച്ചിരിക്കണേ. എന്താ ഏജ് ചോദിക്കാൻ കാരണം? അത്രയധികം പ്രായം തോന്നിക്കില്ല. ഫേവ് സോങ് ചോദിച്ചിട്ടുണ്ട്. ഒരു ചിത്ര സുകുമാരൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചേച്ചിയാവും. എനിക്ക് ഒരു പഞ്ചാബിയാന്ന് തോന്നുന്നു പാട്ട്. കിന്നാച്ചിർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോങ് ഉണ്ട്. അത് ഭയങ്കര ചേച്ചിയുടെ ഫേവ് ഫുഡ് മന്തി കുഴിമന്തി എന്നൊന്നുമില്ലേ, എല്ലാതരം മന്തിയും വാരി വലിച്ച് തിന്നും. മന്തി എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രണവ് കൊച്ചു ഫാൻ ഗേൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുട്ടിയാണ് ചോദിച്ചേട്ടാ. ഹോം ടൂർ ചെയ്യാൻ ഇപ്പം ഞാൻ താമസിക്കുന്നത് വാടക വീട്ടിലാണ്. അപ്പം ഓണത്തിൻ്റെ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും പുതിയ വീട് പണിയുണ്ട്. അപ്പം അങ്ങോട്ട് പോവും. അപ്പം അങ്ങോട്ട് പോകുമ്പം വീട് വെച്ച് ഹോം ടൂർ ചെയ്യണതല്ലേ അതിൻ്റെ ഒരു ഇത്. അപ്പം ഞാൻ അത് ചെയ്യാന്ന് വെച്ചിട്ടാണ് ഞാൻ ഇരിക്കണേ. ഫേവ് ഇൻഫ്ലുവൻസർ ആരാന്നാണ് അടുത്ത ചോദ്യം. അയ്യോ അതാര് ചോദിച്ചേ? വൈഷ്ണവി. അമല ഷാജി. കമല ഷാജിനെ ഭയങ്കര ഇഷ്ടമാണ്. അടുത്തത് ഒരു യൂസറാണ്. യൂസർ പേരൊന്നുമില്ല. യൂസർ പിന്നെ കുറേ ABCD സാർ. അപ്പം ആൾ ചോദിച്ചിട്ടുണ്ട്, ചേച്ചി യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ കഴിഞ്ഞ ബർത്ത്ഡേക്ക് എനിക്ക് ഐഫോൺ വാങ്ങിയത് എന്താണ് വീട്ടുകാർ. അപ്പോൾ ഐഫോൺ വാങ്ങിയാൽ പിന്നെ വെറുതെ ഭംഗിക്ക് വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ എന്നോട് പറഞ്ഞു, ആദ്യം എൻ്റെ അടുത്ത് യൂട്യൂബ് ചാനൽ തുടങ്ങി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. വീട്ടിൽ തന്നെ അമ്മയൊക്കെ അങ്ങനെ പറയും. അപ്പം തുടങ്ങി എനിക്ക് ഫോണില്ല എന്നായിരുന്നു എൻ്റെ പ്രശ്നം. അപ്പോൾ ഐഫോൺ വാങ്ങിയപ്പോൾ പിന്നെ ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ വെറുതെ അക്കൗണ്ട് തുടങ്ങി. പിന്നെ വീഡിയോസൊന്നും അങ്ങനെ റെഗുലറായിട്ട് ഉണ്ടായിരുന്നില്ല. ഞാനിപ്പോൾ ഒരു 2-3 മാസമായിട്ട് ഇടുന്നുണ്ട്. അതിന് മുന്നേ അങ്ങനെ കാര്യമായിട്ട് ഇട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി. ആ കുട്ടി എന്നെ ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ചാനലിന് ഈ നെയിം ഇട്ടതെന്ന്. ഏത് നെയിമാന്ന് ചോദിച്ചാൽ ശിവമോളാണെങ്കിൽ അതെൻ്റെ ഇൻസ്റ്റ നെയിം അങ്ങനെയാണല്ലോ. അപ്പോൾ പിന്നെ അങ്ങനെ തന്നെ എടുക്കട്ടെ വിചാരിച്ചു. പിന്നെ മറ്റേതാണ് ലിവിങ് വിത്ത് ശിവ എന്നുള്ള യൂസർ നെയിമാണെന്നുണ്ടെങ്കിൽ അത് ഞാൻ വെറുതെ ഗൂഗിളിലൊക്കെ അങ്ങനെ സെർച്ച് ചെയ്ത് അപ്പോൾ കിട്ടിയപ്പോൾ ഞാൻ അതെടുത്തിട്ടതാണ്. സിബ്ലിങ്സ് ആരെങ്കിലും ഉണ്ടോയെന്ന് തന്നെ ആ കുട്ടി ചോദിച്ചിട്ടുണ്ട്. ഉണ്ടല്ലോ, എനിക്ക് ഒരു ചേട്ടനും അനിയനും ഉണ്ട്.
ചേച്ചി എന്തിനാ പഠിക്കണേന്നൊരു കുട്ടി ചോദിച്ചിട്ടുണ്ട്. ഞാനൊരു PDB എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോഴ്സായിരുന്നു ചെയ്യേണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ 3 ആഴ്ചയായി. അത്രേ ഉള്ളൂ. അടുത്തത് ഷഹല എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആൾ ചോദിച്ചതാണ്. മുന്നേ ക്ലിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഒന്ന് പല്ലിൽ ഇട്ടുണ്ടായിരുന്നു. യൂട്യൂബ് മോണിറ്റൈസ്ഡ് ആണോ? ഇൻകം എത്രയാ? ദൈവം സഹായിച്ച് ഇതുവരെയായിട്ടും 10 പൈസ കിട്ടിയിട്ടില്ല. ഒരു യൂസർ ചോദിച്ചേക്കാം ബിഗ് ബോസിൽ പോകാൻ ചാൻസ് കിട്ടിയാൽ പോകുമെന്ന്. എനിക്ക് ആകെ ബിഗ് ബോസ് എന്ന് പറഞ്ഞ പരിപാടിന് ഇഷ്ടമല്ല. ഞാൻ ആകെ 2 ആഴ്ച ഇരുന്ന് കണ്ടിട്ടുള്ളൂ. അതും ആദ്യമായിട്ട് ഈ സീസൺ 6. പിന്നെ അത് വിട്ടു. പിന്നെ ഡിഗ്രി ഏത് സബ്ജക്റ്റാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ചക്കു. BCom ആയിരുന്നു. K-pop ഫാനാണോന്ന്? അല്ല. പക്ഷെ ഞാൻ K-dramas ഒക്കെ കാണാറുണ്ട്, എനിക്ക് ഇഷ്ടമാണ്. പിന്നെ ചോദിച്ചിട്ടുണ്ട് ഡ്രസ്സൊക്കെ എവിടെ നിന്നാ മേടിക്കണേ? തൃശ്ശൂരിൽ എവിടെയാ സ്ഥലം? എനിക്ക് അതായത് ഡ്രസ്സ് എടുക്കുക ഇന്ന സ്ഥലം എന്നൊന്നുമില്ല. എവിടേക്കെങ്കിലൊക്കെ പോയാൽ ഇഷ്ടപ്പെട്ട എടുക്കും, പോരും, അങ്ങനെ. ഇപ്പോൾ കൂടുതലായിട്ട് സ്റ്റുഡിയോയിലേക്ക് പോകുന്നുണ്ട്, പക്ഷെ എടുക്കലൊന്നുമില്ല, വെറുതെ അങ്ങനെ പോകും. അഭിനു ചേട്ടൻ ചേച്ചിയുടെ ആരാ? പ്ലീസ് ഒന്ന് പറയുമോന്ന്. അഭിനു ചേട്ടൻ എൻ്റെ ആരാ? അഭിനു ചേട്ടൻ എൻ്റെ എനിക്ക് അത്ര വേണ്ടപ്പെട്ട ഒരാളാണ്. പിന്നെ ഫേവ് ഇൻസ്റ്റഗ്രാം ഫ്രണ്ട്. എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ നിന്ന് കിട്ടിയ ഏറ്റവും വേണ്ടപ്പെട്ട 2 വ്യക്തികളുണ്ട്. ഒന്ന് അമർത്യ അഞ്ജന, ഞാൻ കണ്ണാപ്പിന്ന് വിളിക്കുക. കണ്ണാപ്പിന്ന് അങ്ങനൊന്നുമില്ല, കണ്ണി കണ്ടതൊക്കെ വിളിക്കും. പിന്നെ 2 സോന. അതെ, ഇവർക്ക് 2 പേർക്കും എന്തോ എന്നെ ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് ഇവരിഷ്ടം. ഞാൻ എൻ്റെ ഏറെക്കുറെ എല്ലാം ഞാൻ അവരുടെ അടുത്ത് ഷെയർ ചെയ്യും. അങ്ങനെ അവരായിട്ട് ഒരു 4 വർഷമൊക്കെ ഉണ്ടാവും സൗഹൃദം, ഇപ്പോഴും ഉണ്ട്. അതായത് പകുതി കുറച്ച് നാളുണ്ടാവും, പിന്നെ വേറെ ഫ്രണ്ട്സിനെ കിട്ടുമ്പോൾ ഇട്ടിട്ട് പോകും. അങ്ങനത്തെ വൈബൊന്നുമില്ല. ഇവർ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്, എന്നെ സപ്പോർട്ട് ചെയ്യും, എന്നെ ഇഷ്ടമാണ്, എനിക്കിഷ്ടമാണ്, അങ്ങനെയുള്ള ടീമാണ്. ഇതുകൊണ്ട് എനിക്ക് എപ്പോഴും ഫേവ് അവരാണ്. അതിനും Q&A ഇടാൻ ഇത് നോക്കട്ടെ, ഇട്ടിട്ട് നോക്കിയിട്ട് ഞാൻ നിങ്ങളുടെ റെസ്പോൺസ് പോലെ ഇരിക്കും, ഇടില്ലേ എന്ന്. കാരണം എനിക്കിങ്ങനെ പറയാനുള്ള ബുദ്ധിമുട്ട് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, എനിക്കിങ്ങനെ ചവറ് വർത്താനുണ്ട്. ആൾക്കാർ ഭയങ്കര നെഗറ്റീവായിട്ട് എടുക്കാണ്ടിരിക്കുക. നെഗറ്റീവായിട്ട് എടുക്കുമ്പോൾ എനിക്കത് എന്തോ ഭയങ്കര വിഷമാവില്ലേ? വിഷമാവും. ഞാൻ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞാൽ എനിക്ക് വിഷമാവും, ഭയങ്കര ടെൻഷനാവും, വയറ് നിറച്ച് പേടിയാണ്. അപ്പം ഞാൻ നോക്കട്ടെ, ഇതിൻ്റെ റെസ്പോൺസൊക്കെ നോക്കിയിട്ട് നമുക്ക് ഇനി അടുത്ത അങ്ങനത്തെ വല്ല വീഡിയോ ഇടാം കേട്ടോ. അപ്പോൾ ശരി.